പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, അങ്ങയുടെ ദിവ്യസാന്നിധ്യത്തെ ഞങ്ങൾ തിരിച്ചറിയുന്നു. കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി പാടുപിഴകൾ സഹിച്ച് മരിച്ച് ഇന്ന് നിശബ്ദതയിലായിരിക്കുന്ന അങ്ങയുടെ സ്നേഹ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചറിയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വലിയ ശനിയാഴ്ചയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ നിശബ്ദതയുടെ ദിനം. ഒരു കല്ലറയ്ക്കുള്ളിൽ ദൈവം ഉറങ്ങുന്ന ദിവസം. പ്രപഞ്ചം മുഴുവൻ ശ്വാസമുടക്കി കാത്തിരിക്കുന്ന ഒരു ദിനം. ഇന്നലെ കാൽവരിയിൽ കേട്ട നിലവിളികളില്ല, പരിഹാസങ്ങളില്ല, ചെമ്മട്ടാടികളില്ല, വേദനിക്കുന്ന മുഖങ്ങളുടെ കാഴ്ചകളില്ല. എല്ലാം ശാന്തമാണ്. ഇത് തോൽവിയുടെ ശാന്തതയല്ല, വലിയ ഉയർപ്പിനു വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ ശാന്തത. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലും പലപ്പോഴും വേദനകളിലൂടെയും സങ്കടങ്ങളിലൂടെയുമൊക്കെ തീവ്രമായ ദിനങ്ങൾ കടന്നു വരുമ്പോൾ ഈശോയെ, ഒരു ശാന്തത, തോൽവിയുടെ ശാന്തതയല്ല, മറിച്ച് വലിയ ഒരു പ്രത്യാശയുടെ ഉയർപ്പിൻ്റെ ശാന്തത ഞങ്ങളിൽ നിറയ്ക്കണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 19 വാക്യം നമ്മിങ്ങനെ ഓർമ്മിപ്പിക്കുന്നു. അവിടുന്ന് ആത്മാവിൽ ചെന്ന് തടവിലുള്ള ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ചു എന്ന്. കല്ലറയ്ക്കുള്ളിൽ ഈശോയുടെ ശരീരം വിശ്രമിക്കുമ്പോഴും അവിടുത്തെ ആത്മാവ് പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ആദവും ഹവ്വായും മുതലുള്ള സകല നീതിമാന്മാരെയും മോചിപ്പിക്കുകയായിരുന്നു. വലിയ ശനി നമുക്ക് നൽകുന്ന വലിയൊരു പാഠം ഇതാണ്. ദൈവം നിശബ്ദനായിരിക്കുമ്പോഴും അവിടെ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു പരിധിവരെ നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥനകൾക്ക് മറുപടിയില്ലാതെ ദൈവം നിശബ്ദനാണെന്ന് തോന്നിപ്പിക്കുന്ന വലിയ ശനിയാഴ്ചകൾ ഉണ്ടാകാം. പക്ഷേ ഓർക്കുക, ആ നിശബ്ദതയ്ക്കുള്ളിൽ അവിടുന്ന് നമ്മുടെ തടവറകൾ തകർക്കുകയായിരിക്കും. ദൈവം നിശബ്ദനായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ വ്യക്തിപരമായ തടവറകൾ അവിടുന്ന് തകർക്കുന്നുണ്ടായിരിക്കും.
ഇന്ന് ഭൂമിയിൽ വലിയ നിശബ്ദത. രാജാവ് ഉറങ്ങുകയാണ്. ഭൂമി ഭയന്ന് നിശ്ചലമായിരിക്കുന്നു. കാരണം മനുഷ്യാവതാരം ചെയ്ത ദൈവം ഉറക്കത്തിലാണ്. അവിടുന്ന് ആദത്തെ തേടിപ്പോയിരിക്കുന്നു. മരണം ഈശോയെ വിഴുങ്ങിയെന്നാൽ ഈശോ മരണത്തെ ഉള്ളിൽ നിന്നും തകർത്ത് കളഞ്ഞു. ഒരു വിത്ത് മണ്ണിൽ വീണ് അഴിയുന്നത് നശിക്കാനല്ലാതെ മറിച്ചത് മുളച്ചു പൊങ്ങാനാണ്. കല്ലറ ക്രിസ്തുവിനൊരു തടവറയല്ല, പുതിയൊരു ജീവൻ്റെ ഗർഭപാത്രമായിരുന്നു. ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, ഈ നിശബ്ദതയുടെ ഈ ദിവസത്തിൽ സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ആയിരിക്കാം പുതിയ ഉയർപ്പിലേക്കുള്ള പ്രത്യാശയോടു കൂടെ. ഒരിക്കലൊരു ചിത്രകാരൻ പീഡാനുഭവത്തെക്കുറിച്ചുള്ളൊരു ചിത്രം വരയ്ക്കുകയാണ്. കുരിശിൽ മരിച്ചു കിടക്കുന്ന ക്രിസ്തുവിനെ ശിഷ്യന്മാർ കല്ലറയിൽ വയ്ക്കുന്നതായിരുന്നു ആ ചിത്രം. കല്ലറയുടെ വാതിൽക്കൽ അദ്ദേഹം എഴുതി വച്ചു, എല്ലാം അവസാനിച്ചു. എന്നാൽ ആ ചിത്രം കൊണ്ടൊരു കൊച്ചു ബാലൻ ആ ചിത്രകാരനോട് പറയുകയാണ്, അവിടെ ഒരു തിരുത്തൽ വേണം. എല്ലാം അവസാനിച്ചു എന്നല്ല എഴുതേണ്ടത്, പകരം തുടർച്ച അടുത്ത പേജിൽ എന്നാണ് എഴുതേണ്ടത്. പ്രിയ സഹോദരങ്ങളെ, ദിവ്യകാരുണ്യ ആരാധനയിലായിരിക്കുമ്പോൾ എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്ന സ്ഥലത്തു നിന്നും വീണ്ടും ആരംഭിക്കുവാനുള്ളൊരു വലിയ ശക്തി നമുക്ക് സ്വീകരിക്കാം. വലിയ ശനി അവസാനമല്ലാതെ ഉയർപ്പിൻ്റെ തലേ ദിവസമാണ് എന്നുള്ളൊരു ഓർമ്മ നമ്മുടെ ജീവിതത്തിലെ ദുഃഖവെള്ളിക്കും സന്തോഷത്തിനുമിടയിലുള്ള നിശബ്ദതയുടെ പരിഹാസങ്ങളില്ല, ഒച്ചപ്പാടുകളില്ല, നിലവിളികളില്ലാത്ത ഒരു നിശബ്ദതയുടെ സുദിനം. ഈശോ എപ്പോഴും നമ്മോട് പറയുന്ന കാര്യം ഇതാണ്. ഇതിൻ്റെ വേദനകളിൽ, ഒറ്റപ്പെടലുകളിൽ, സങ്കടങ്ങളിൽ എല്ലാവരാലും കുറ്റം ആരോപിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ദുഃഖവെള്ളിയാഴ്ചകളുണ്ടാകുമ്പോൾ നീ ഈശോയെ പോലെ പ്രാർത്ഥനയുടെ കല്ലറയിലേക്ക്, സ്വന്തം മുറിയിലേക്ക് കയറി കഥകടച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ഈശോ ആ ഒരു ചൈതന്യത്തിലേക്ക് കടക്കുക. അവിടെ പരിഹാസങ്ങളില്ല, പരാതികളില്ല, പരിഭവങ്ങളില്ല, നിലവിളികളില്ല, കുറ്റപ്പെടുത്തലില്ല, ആരോപണങ്ങളില്ല, ഒന്നുമില്ല. ആ നിശബ്ദതയിൽ നിന്നാണ് ഉയർപ്പ് ഉണ്ടാവുക. ദൈവം ലോകത്തെ സൃഷ്ടിച്ചത് ശൂന്യതയിൽ നിന്നാണ് എങ്കിൽ പരാതികളും പരിഭവങ്ങളും വേദനകളും സങ്കടങ്ങളും പുച്ഛങ്ങളും പരിഹാസങ്ങളും ഒന്നുമില്ലാത്ത നിശബ്ദതയുടെ ഒരു ദിവസത്തിൽ നിന്നാണ് ഉയർപ്പ് ആരംഭിക്കുക. ദിവ്യകാരുണ്യ നാഥനായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ ദുഃഖവെള്ളിയാഴ്ചകളുണ്ടാകുമ്പോൾ വലിയ ശനിയാഴ്ചയുടെ അനുഭവത്തിലൂടെ ഞങ്ങളെ കടത്തിക്കൊണ്ടുവന്ന് ഉയർപ്പിലേക്ക് ചേർത്ത് നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇന്ന് നിൻ്റെ കല്ലറയ്ക്ക് മുമ്പിൽ ഞങ്ങൾ കാവൽ നിൽക്കുകയാണ്. ഞങ്ങളുടെ സകല കുറവുകളെയും സകല സങ്കടങ്ങളെയും ആ കല്ലറയെ ഞങ്ങൾ നിക്ഷേപിക്കുകയാണ്. ഈശോയെ, നിൻ്റെ കല്ലറയുടെ വാതിൽക്കൽ വലിയൊരു കല്ല് ഉരുട്ടി വച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വേദനയുടെയും സങ്കടങ്ങളുടെയും ഒക്കെ ആ കല്ല് നിന്നിലേക്ക് ഞങ്ങൾക്ക് കടന്നു വരാൻ സാധിക്കാത്ത വിധത്തിലും നിനക്ക് ഞങ്ങളിലേക്ക് കടന്നു വരാൻ സാധിക്കാത്ത വിധത്തിലും പാവങ്ങളുടെയും സങ്കടങ്ങളുടെയും ബലഹീനതകളുടെയും വലിയ കല്ല് ഞങ്ങളുടെ ജീവിതത്തിനിടയിലും നിൻ്റെ ജീവിതത്തിനിടയിലുമായി ഉരുട്ടി വച്ചിട്ടുണ്ട്. ആർക്കും മാറ്റാൻ കഴിയാത്ത വിധം അത് ഉറപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഓർക്കാം, നമുക്ക് മാറ്റാൻ പറ്റാത്ത ബലഹീനതകൾ, നമുക്ക് മാറ്റാൻ പറ്റാത്ത സങ്കടങ്ങൾ, തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കാൻ സാധിക്കാത്ത കുറവുകൾ, ഇതൊക്കെ നമ്മുടെ
ജീവിതമാകുന്ന കല്ലറയുടെ മുമ്പിൽ ഉരുട്ടി വച്ചിരിക്കുന്ന കല്ലുകളാണ്. അതാർക്കും മാറ്റാൻ പറ്റില്ല. പക്ഷേ ഉദ്ധിതനായ ഈശോയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഉദ്ധികാരണനാഥനായ ഈശോയെ, നീ നിൻ്റെ കല്ലറയുടെ മുമ്പിൽ വച്ചിരുന്ന വലിയ കല്ലിനെ ഉരുട്ടി മാറ്റി ജീവനിലേക്ക്, ഉയർപ്പിലേക്ക് കടന്നു വന്നതുപോലെ നിന്നിലേക്ക് കടന്നു വരുവാനുള്ള ഞങ്ങളുടെ ജീവിതത്തിൻ്റെ തടസ്സങ്ങളായി നിൽക്കുന്ന ബലഹീനതകളെയും കുറവുകളെയും എല്ലാ മേഖലകളെയും നീ തന്നെ ഉരുട്ടി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇവിടെയാണ് ഞങ്ങളുടെ ആശ്വാസവും, ഇവിടെ ഞങ്ങളുടെ ഉയർപ്പും. കർത്താവേ, കൃപയായിരിക്കണമേ, കരുണയായിരിക്കണമേ. ഈശോയെ, നീ കൂടെ വേണം, കൈപിടിച്ചെന്നേ നടത്തണം. ഭയമെല്ലാം നീ മാറ്റിടണം, വിജയം എനിക്ക് നൽകണം. ഈശോയെ, നീ കൂടെ വേണം, ഹൃദയം വിളിക്കും. എല്ലാ വഴി നീ തന്നെ കാണിക്കേ, തടസ്സങ്ങൾ കാറ്റുപോലെ ചെറുക്കേ. ഈശോയെ, നീ കൂടെ വേണം, പതറുമ്പോൾ കൈത്താങ്ങായി നിൽക്കേ. കരഞ്ഞാലും ചിരിക്കുമ്പോഴും നിൻ സാന്നിധ്യം മായാതെ ഇരിക്കേ. വഴി കുരുങ്ങി നിൽക്കുന്ന വേളയിൽ, ഞാൻ തളർന്നു വീഴുന്ന നേരിൽ, നിന്നാമം ഞാൻ അലലിക്കരയും. വാർത്തനാദം നീ കേൾക്കണമേ, കണ്ണുനീർ തീർത്ത് ആശ്വാസം തരും നിന്റെ സ്വരം ഞാൻ കേൾക്കുമ്പോൾ. ഞാൻ കൂടെയുണ്ട് എന്നൊരു മുരളി, ഹൃദയതാളം ശാന്തമാകുമ്പോൾ. ഈശോയെ, നീ കൂടെ വേണം, ഒരുറക്കൻ ഹൃദയം വിളിക്കും. എല്ലാ വഴി നീ തന്നെ കാണിക്കേ, തടസ്സങ്ങൾ കാറ്റുപോലെ ചെറുക്കേ. ഈശോയെ, നീ കൂടെ വേണം, പതറുമ്പോൾ കൈത്താങ്ങായി നിൽക്കേ. കരഞ്ഞാലും ചിരിക്കുമ്പോഴും നിൻ സാന്നിധ്യമായാതെ ഇരിക്കേ. ജ്ഞാനത്തിൻ ഉറവിടമാം ദൈവമേ, എൻ ബുദ്ധിയിൽ വെളിച്ചമായി വരേണമേ. ഓർമ്മയുടെ വാതിൽ തുറക്കാൻ നിന്റെ സ്പർശം ചാരണമേ. ഏകാഗ്രത മഴയായി വീണൻ ചിതം നനവോടെ നെടുവീർപ്പെടുമേ. പരീക്ഷ വേളയിൽ ഭയം തീർത്തു പക്കൽ നിന്നുറച്ചു താങ്ങണമേ. ഈശോയെ, നീ കൂടെ വേണം, ഒരുറക്കൻ ഹൃദയം വിളിക്കും. എല്ലാ വഴി നീ തന്നെ കാണിക്കേ, തടസ്സങ്ങൾ കാറ്റുപോലെ ചെറുക്കേ. ഈശോയെ, നീ കൂടെ
സാന്നിധ്യം മായാതെ ഇരിക്കേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ